Good morning. Good morning, ma'am. Okay, നമ്മുടെ ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററില് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? മിസ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഫിനിഷ് ചെയ്തു. മറ്റു ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ 6th മോഡ്യൂൾ എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സ് മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സും ഇച്ചിരി നമുക്ക് കുറച്ച് ലെങ്തി ചാപ്റ്ററുകളാണ്. വായിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള, നമ്മുടെ മുൻപ് പഠിച്ച പോലെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല അല്ലെ, കുറച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട പാരഗ്രാഫുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഒന്ന് വായിച്ചതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓരോ ചാപ്റ്ററിന്റെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് നിങ്ങളതൊന്ന് ബ്രീഫ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ അതെന്താണ് ആ ഒരു ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. 5th മോഡ്യൂൾ കേട്ടോ, ഇതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ എന്നാ ഉദ്ദേശിച്ചത്. 5th മോഡ്യൂൾ വലിയ കുഴപ്പമില്ല. 7th മോഡ്യൂൾ, ഇനി വരുന്ന 7th മോഡ്യൂളും അത്യാവശ്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സും ആണ്. ഒരുപാട് ലെങ്തി ചാപ്റ്ററും അല്ല. അതേസമയം 6th മോഡ്യൂളിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധ കൊടുത്ത് വായിക്കണം കേട്ടോ. വീട്ടിലിരുന്ന് നിങ്ങളുടേതായ ഒരു എഫേർട്ട് കൂടി എടുത്താൽ മാത്രമേ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ആൻസറുകൾ കാര്യങ്ങൾ കിട്ടുള്ളൂ. അല്ലെന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതകൾ ഈ ഒരു 6th മോഡ്യൂളിൽ ഇങ്ങനെ വളരെ മിക്ക ചാപ്റ്റേഴ്സിനും ഇങ്ങനെ തന്നെയല്ലേ, ഒത്തിരി വലിയ പാരഗ്രാഫുകളായിട്ടാണ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാര്യം ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കാം, പക്ഷെ അതിന് കുറെ അധികം എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും വന്നിരിക്കുന്നത് കൊണ്ട് പൊതുവായിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് കുറച്ച് അധികം അതിന്റെ ശ്രദ്ധ കൊടുത്ത് നിങ്ങളൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നമ്മള് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്താണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആരാണ് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്? നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളില് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? അതിൽ നിന്ന് എന്താ മനസ്സിലായേ? ആരെയാണ് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്? നല്ല ട്രെയിനിങ്, അതുപോലെ തൊഴിൽപരമായിട്ട് നല്ല പരിശീലനങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ലഭിച്ച ഒരു വ്യക്തി തന്നെയായിരിക്കും അത്. നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ള, നമ്മുടെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയാണ്. അഡ്മിനിസ്ട്രേറ്ററിന് നമുക്ക് ഏത് ജോലിയും കൂടി ചെയ്യാനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത്. ഏത് ജോലിയും കൂടി അവർക്ക് ചെയ്യാൻ പറ്റും? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന ജോലി കൂടി അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു പ്രൊഫഷനെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അതായത് അഡ്മിനിസ്ട്രേറ്ററുടെ ജോലിയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കൺസൾട്ടന്റ് എന്ന ജോലിയും ചെയ്യുന്ന ആ ഒരു പ്രൊഫഷണലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെയാണ് നമ്മൾ കൺസൾട്ടന്റ് എന്ന് വിളിക്കുന്നത്, ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് വിളിക്കുന്നത്. അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ജോലികളും അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ജോലികളും ഒരുപോലെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ സാധിക്കും. ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി അവിടെ മുൻപ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും USA-യിലും പക്ഷേ ഇതവര് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രൊഫഷൻ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് അവർ പറയുന്നത്. ഇത് ശരിക്കും ഒരു ഡിബേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു സംവാദം നടത്താനുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും നമ്മുടെ രാജ്യങ്ങളിൽ ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഹോസ്പിറ്റൽ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട ജോലികളും ചെയ്യാൻ സാധിക്കും. ആ ഒരു പ്രൊഫഷണലെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ക്ലിയർ ആണല്ലോ ആ ഒരു പാരഗ്രാഫ്? നെക്സ്റ്റ് പറയുന്നത്
an experienced hospital consultant would have had opportunities to study the operation of many hospitals and similar institutions, to work in different kinds of situations and to compare ideas and developments with others in the medical care field. അതായത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണെങ്കിൽ അവർക്ക് എന്തിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്? ടു സ്റ്റഡി ദ ഓപ്പറേഷൻ ഓഫ് മെനി ഹോസ്പിറ്റൽ, പല ഹോസ്പിറ്റലുകളിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പല ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സിമിലർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സിമിലർ സ്ഥാപനങ്ങളിലെ to work in different kinds of situation, പലതരത്തിലുള്ള സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു അവസരം കിട്ടുന്നുണ്ട്. ആൻഡ് ടു കമ്പയർ ഐഡിയാസ് ആൻഡ് ഡെവലപ്മെന്റ്സ് വിത്ത് അതേഴ്സ് ഇൻ ദ മെഡിക്കൽ കെയർ ഫീൽഡ്, മെഡിക്കൽ കെയർ ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നല്ല രീതിയിൽ പല പല ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാൻ സാധിക്കും. പല പല ഡെവലപ്മെന്റ്സിനെ കുറിച്ച് കമ്പാരിസൺ നടത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു അവസരം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ലഭിക്കുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണെങ്കിൽ അവർക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലിലെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പല സിറ്റുവേഷനിൽ പല രീതിയിൽ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല മെഡിക്കൽ ഫീൽഡുകളിൽ, മെഡിക്കൽ കെയർ ഫീൽഡുകളിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും ആശയങ്ങൾ അല്ലെങ്കിൽ പല പല ഐഡിയാസ് കമ്പയർ ചെയ്യാനും പല പല ഡെവലപ്മെന്റ്സിനെ കുറിച്ച് കമ്പാരിസൺ നടത്തി താരതമ്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ലഭിക്കുന്നുണ്ട്. He can approach a problem objectively and bring proper perspective both to problem solving and planning for the future. ഇങ്ങനെ പല പല ഐഡിയാസ് അല്ലെങ്കിൽ പല അവസരങ്ങൾ അവർക്ക് കിട്ടുന്നതിലൂടെ അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു പ്രോബ്ലം ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലാതെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കോട്ടെ അതിന് കൃത്യമായിട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിനെ സമീപിക്കാനും അതിനനുസരിച്ച് നല്ലൊരു വീക്ഷണത്തോടു കൂടി ആ പ്രോബ്ലത്തെ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം നടത്താനും ഇവർക്ക് സാധിക്കും. He can approach a problem objectively and bring proper perspective both to problem solving and planning for the future. ഇവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്തൊരു പ്രോബ്ലം വന്നാലും ഒരു പ്ലാനിങ് നടത്തുന്നു, നമ്മളൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്ലാനിങ് നടത്തുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഇവർക്ക് എന്ത് മനസ്സിലാക്കും, എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ശരിയായ രീതിയിലുള്ള ആ ഒരു സമീപനം ആ ഒരു പ്രോബ്ലത്തോട് കൊടുക്കാനും ശരിയായ വീക്ഷണത്തോടു കൂടി ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്താനും കഴിയുന്നു. And only the specialized knowledge of alternative methods of doing things and systematic approach can give the hospital project a fair chance of success on a functional basis consistent with the economy. Now, only the specialized knowledge of alternative methods of doing things. ഇപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ് നടത്തുന്നു, ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകുന്നില്ല വരാം. ചിലപ്പോൾ അതിനുള്ള എന്തെങ്കിലും സാധനങ്ങളുടെ ദൗർലഭ്യം മൂലമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്ത ഒരു ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, അതേ രീതി മാത്രമേ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അതുകൊണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നല്ല വിചാരിക്കുന്നത്. മറിച്ച് അതിന് ബദലായിട്ടുള്ള മറ്റു മാർഗങ്ങൾ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അതിനു വേണ്ടിയിട്ടുള്ള ബദൽ മാർഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രത്യേക അറിവ് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു ചിട്ടയായ സമീപനം ഈ ഒരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും അതിനനുസരിച്ച് അവിടുത്തെ പ്രവർത്തനാടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് വിത്ത് ദ എക്കണോമി വളരെ സ്ഥിരമായിട്ടുള്ള ആ ഒരു സമ്പദ് വ്യവസ്ഥയെ ഉൾപ്പെടുത്തി ആ ഒരു അവരുടെ ആ ഒരു എക്കണോമി അല്ലെങ്കിൽ ആ ഒരു സമ്പദ് വ്യവസ്ഥയെ ഉൾപ്പെടുത്തി വളരെ പ്രവർത്തനപരമായിട്ടുള്ള ഒരു ഫെയർ ചാൻസ് ഓഫ് സക്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഫെയർ ചാൻസ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള ന്യായമായിട്ടുള്ള ഒരു ചാൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ഇതുപോലെ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായില്ല അല്ലെ. നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് വെക്കും, പ്ലാൻ ചെയ്ത് വെക്കുന്നു. ചിലപ്പോൾ അത് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ ആ ഒരു മെത്തേഡ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അപ്പൊ ആ മെത്തേഡ് തന്നെ ഞാൻ പിന്നെ ഫോളോ ചെയ്യുള്ളൂന്നല്ല. അതിന് പകരം നമുക്ക് ഏതൊക്കെ രീതിയിലൂടെ അവിടേക്ക് നമ്മുടെ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡുകൾ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പ്രത്യേക അറിവുണ്ടാവണം. അതിനനുസരിച്ച് ഒരു ചിട്ടയായ രീതിയിലുള്ള സമീപനം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊടുത്താൽ അതിലൂടെ ഈ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ആ ഒരു പ്രൊജക്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ് പറഞ്ഞത്? ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങള് അവരെങ്ങനെയായിരിക്കണം, ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അവരുടെ സമീപനം എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു പാരഗ്രാഫിൽ പറഞ്ഞു. ക്ലിയർ ആണോ? ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് the medical hospital consultant is able to provide experienced guidance in areas which cover. അതായത് ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് അവർക്ക് വളരെ പരിചയസമ്പന്നമായിട്ടുള്ള കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഈ പറയുന്ന താഴെ പറയുന്ന ഏരിയയിലേക്ക് നമുക്ക് തരാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന താഴെ പറയുന്ന മേഖലകളിലുള്ള അല്ലെങ്കിൽ താഴെ പറയുന്ന ഏരിയാസിലൊക്കെ ഉള്ള ആവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗൈഡൻസ് നമുക്ക് തരാനായിട്ട് പറ്റും. അപ്പൊ ഏതൊക്കെയാണ് ആ പറയുന്ന ഏരിയാസ് എന്നാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തത് ലോക്കൽ ആൻഡ് റീജിയണൽ സർവീസ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പൊ മെഡിക്കൽ പരമായിട്ട് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടോ നമ്മള് ലോക്കൽ ആയിട്ട് അല്ലെങ്കിൽ റീജിയണൽ പ്രാദേശിക അടിസ്ഥാനത്തിലൊക്കെ ചിലപ്പോൾ സർവേകൾ നടത്താറുണ്ട്. അപ്പൊ പല കാര്യങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റൽ അത് എന്തിനു വേണ്ടിയാണ്? ശരിക്കും ഇപ്പൊ ഒരു ഏരിയയിൽ നമ്മളൊരു സർവേ ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മളൊരു ഹോസ്പിറ്റൽ പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്നതിന് മുൻപൊക്കെ ഇങ്ങനെ സർവേകൾ എടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡേറ്റാസ് കളക്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയാണ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്? പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ അവിടെ ആവശ്യമുണ്ടോ എന്നറിയണം അല്ലേ? അതിന്റെ സാധ്യത എത്രത്തോളമാണ് അല്ലേ? നമ്മളൊരു ഹോസ്പിറ്റൽ പണിത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പണിയുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യാണ്? അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ ഹോസ്പിറ്റലിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സാധ്യത അവിടെ ഉണ്ട്, നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റൽ പണിതാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ആ ഒരു പ്രാദേശത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആ ഒരു ലോക്കൽ റീജിയനില് നമ്മൾ മെഡിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടൊക്കെ പല സർവേകൾ നടത്താറുണ്ട്. അങ്ങനെ സർവേകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു പരിചയസമ്പന്നമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ട് ആർക്ക് സാധിക്കും? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് സാധിക്കും. രണ്ടാമത് പറയുന്നത് അനാലിസിസ് ഓഫ് ദ ഡിമാൻഡ് ആൻഡ് നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്. ഇനി ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, അതിന് എന്തൊക്കെ സൗകര്യങ്ങൾക്കാണ് കൂടുതൽ ആവശ്യകത അല്ലെങ്കിൽ ഡിമാൻഡുകൾ ഉള്ളത് മുതലായ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യാനായിട്ട് അതുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് തരാൻ ആർക്ക് സാധിക്കും? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് സാധിക്കും. ഒരു ഹോസ്പിറ്റലിൽ പണിത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഫെസിലിറ്റികൾ വേണം അല്ലെ, എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ വേണം, ഏതൊക്കെ സൗകര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റികൾക്കാണ് കൂടുതൽ അവിടെ ഡിമാൻഡ് ഉള്ളത് അല്ലെങ്കിൽ ആവശ്യകത എന്തിനാണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ സർവേകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു ലോക്കൽ ഏരിയയിലുള്ള ആളുകളോട് സർവേ എടുക്കുകയാണ്. നമ്മുടെ അടുത്തൊരു ലോക്കൽ ഏരിയയിൽ നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു സർവേക്ക് വന്നാല് നമ്മൾ പറയില്ലേ ഇന്ന ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് വേണ്ടത് പറയാറില്ലേ? നമ്മുടെ ഇവിടെ അടുത്ത ദൂരേക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൂരെ പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതലും നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരാം ഇല്ലേ? അങ്ങനെ നമ്മൾ സർവേകൾ എടുക്കുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ പറയാമല്ലോ. അതുപോലെ തന്നെ ആ സർവേകളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റികൾ അവിടെ വേണം, അതിന് എന്തൊക്കെ ഫെസിലിറ്റിക്കാണ് കൂടുതൽ ഡിമാൻഡുകൾ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ അല്ലെങ്കിൽ അനാലിസിസ് നടത്താൻ വേണ്ടി ആവശ്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന്
തരാൻ സാധിക്കും. മൂന്നാമത് പറയുന്നത് അസസ്മെന്റ് ഓഫ് ദ എക്സ്റ്റെന്റ് ആൻഡ് റേഞ്ച് ഓഫ് സർവീസസ് റിക്വയർഡ്. അതുപോലെ എത്രത്തോളം റേഞ്ചിലുള്ള സർവീസുകളാണ് അവിടെ വേണ്ടത്, എത്രത്തോളം വ്യാപ്തിയുള്ള സർവീസുകളാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ അതായത് ഒരു സർവീസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സർവീസ് വളരെ ചെറിയ രീതിയിലായിരിക്കില്ല, ചിലപ്പോൾ ചില സർവീസുകൾ നമുക്ക് അവിടെ ആ ഒരു ഭാഗത്ത് അധികം കിട്ടാത്ത ഒരു സർവീസ് ആണെങ്കിൽ അത് കുറച്ചും കൂടി വിപുലീകരിച്ച രീതിയിൽ കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമല്ലേ നമ്മുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുള്ളൂ, നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും അസസ്മെന്റ് ഓഫ് ദ എക്സ്റ്റൻഡ് ആൻഡ് റേഞ്ച് ഓഫ് സർവീസസ് റിക്വയർഡ്, ആ ഒരു ഏരിയയില് ആ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഏതൊക്കെ, അതിന്റെ വ്യാപ്തി എത്രത്തോളം വേണം, അതിന്റെ എത്ര റേഞ്ച് ഓഫ് സർവീസുകൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ഗൈഡൻസ് തരാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്യുപ്മെന്റ് സെലക്ഷൻ. ഏതൊക്കെ എക്യുപ്മെന്റുകളാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായി വരുന്നത് അല്ലെ. എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് അല്ലെ. എക്യുപ്മെന്റ്സിന്റെ സെലക്ഷൻ, തിരഞ്ഞെടുപ്പ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ വേണം എന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള സെലക്ഷന് വേണ്ടിയിട്ട് ആരുടെ ഗൈഡൻസ് ഉണ്ടായിരിക്കും, ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ശരിയായിട്ടുള്ള ഗൈഡൻസ് തരാൻ പറ്റും. ലാസ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്. നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷണൽ പരമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം ഏതൊരു സ്ഥാപനവും അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണം അല്ലെ, നല്ലൊരു ബന്ധം വേണം. അപ്പൊ അതെങ്ങനെ കീപ്പ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോവാം, അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് തരാൻ സാധിക്കും. ഈ ഒരു ഭാഗം ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് എന്തിനൊക്കെയുള്ള എബിലിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ കഴിവുള്ളത്. ഏതൊക്കെ ഏരിയയിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അവർക്ക് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ലോക്കൽ ആൻഡ് റീജിയണൽ സർവേകൾ, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ലോക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള സർവേകൾക്കുള്ള ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തത് പറഞ്ഞത് ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, എന്താണ് അവിടുത്തെ ആ ഫെസിലിറ്റികൾക്കുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഒരു അനാലിസിസ് നടത്താനുള്ള ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തത് പറഞ്ഞത് ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് അവിടെ ആവശ്യം, ആ സേവനങ്ങളുടെ വ്യാപ്തി എത്രത്തോളം വേണം, എത്ര റേഞ്ച് ഓഫ് സർവീസുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും വിലയിരുത്താനായിട്ട് ഒരു ഗൈഡൻസ് ആർക്ക് തരാൻ പറ്റും, ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് തരാൻ പറ്റും. അതുപോലെ ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഈ പറയുന്ന ഏരിയാസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തരാൻ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് സാധിക്കും. നേരാണോ? അപ്പോ സർ ഓക്കെ ആണോ? Okay. Then the first step in planning a hospital project is to form a planning team. എപ്പോഴും ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്ലാനിങ് ചെയ്യുന്നതിന് മുൻപ് അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് ടീമിനെ രൂപീകരിക്കണം അല്ലെ. ഒരു ടീമല്ലേ ഈ ഒരു ചെയ്യുന്ന, ഒരാളല്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരു പ്ലാനിങ് ടീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ രൂപീകരിക്കുന്നു. The nucleus of the team can consist of a hospital consultant, 1 or 2 medical and lay administrators, a nursing administrator and hospital architect. ഇവിടെ ആ ഒരു ടീമിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുക്കൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആര് തന്നെയാ? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് തന്നെയാണ് അല്ലെ. അവര് ഒന്നാമത്തത് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് വേണം. ആ ഒരു ടീമിലെ അംഗങ്ങളാണ് കേട്ടോ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് വേണം. ഇനി 1 or 2 മെഡിക്കൽ ആൻഡ് ലേ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. എന്താണ് ലേ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല്? ഇപ്പോ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പൊ മെഡിക്കൽ പരമായിട്ടുള്ളതാവാം. അപ്പൊ ലേ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ചില ഹോസ്പിറ്റൽ ചാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ഓർഗനൈസേഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങളില്ലേ, റിലീജിയസ് ഓർഗനൈസേഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങളില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലുകള്? റിലീജിയസ് ഓർഗനൈസേഷൻ
ഓർഗനൈസേഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങളിലെ നടത്തിക്കൊണ്ടുപോകുന്ന ചാരിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നടത്തുന്ന ഹോസ്പിറ്റലുകൾ, അപ്പൊ അവിടത്തേക്ക് അങ്ങനെയുള്ള മതപരമായ സംഘടനകളിലെ ആളുകൾ നോൺ പ്രോഫിറ്റബിൾ ആവാം, അല്ലാതെ ആവാം. ഇപ്പൊ ഒരു എന്താണ് ഇപ്പൊ പറയാ, ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ തന്നെ ഇപ്പൊ അവിടെ എന്താണ് പറയുന്നത്, ഇപ്പൊ ഓരോ റിലീജിയനുമായി ബന്ധപ്പെട്ട് ഓരോ ഹോസ്പിറ്റലുകളില്ലേ, പാലിയേറ്റീവ് അല്ല മക്കളെ, പാലിയേറ്റീവ് അല്ല. നമ്മുടെ ഹോസ്പിറ്റൽ ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവും ഇല്ലേ, ക്രിസ്ത്യൻസിന്റെ മാനേജ്മെന്റ് നടത്തുന്നുണ്ടാവും, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളില്ലേ. അപ്പൊ അവിടുത്തെ അങ്ങനെയുള്ള മതപരമായിട്ടുള്ള ആളുകൾ തന്നെ ഭരണപരമായിട്ടുള്ള റോള് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ. ഇപ്പൊ പള്ളിയിലെ അച്ഛന്മാര്, അതന്നെ സായിബാബ ഹോസ്പിറ്റൽ പോലെ തന്നെ അപ്പൊ അവിടുത്തെ ആ ഒരു മതപരമായിട്ടുള്ള ആരെങ്കിലും ആ ഒരു മാനേജ്മെന്റിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവില്ലേ, അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലേ. ഇപ്പൊ ഒരു പള്ളി വക നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഒരു മിഷണറി ഗ്രൂപ്പ് നടത്തുന്നതാണെങ്കിൽ അവരുടെ ആരെങ്കിലും എന്ത് ചെയ്യും, റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോള് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുൾപ്പെടും. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉൾപ്പെടും. അപ്പൊ ഇവരും ഉണ്ടാവും, മറ്റ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും. ക്ലിയർ ആയോ അത്? അങ്ങനെയുള്ള ആളുകളെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്ന പറയുന്നത് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുന്ന ഉദ്ദേശിച്ചത് കേട്ടോ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ, ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ട് ഇല്ലെ, മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഓരോരോ ഗ്രൂപ്പാണ് അവരുടെ മാനേജ്മെന്റും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അടുത്തത് ഹോസ്പിറ്റൽ ആർക്കിടെക്ട്. അമൃത ഉണ്ടല്ലോ, അമൃതയില് നമ്മുടെ റിലീജിയസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ട്രസ്റ്റ് ആയിരുന്നു തോന്നുന്നു അല്ലെ, അതൊരു ട്രസ്റ്റിന്റെ കീഴിലല്ലേ. അപ്പൊ അത് റിലീജിയസ് എന്ന് പറയാൻ പറ്റില്ല, അത് ശരിക്കും ഒരു റിലീജിയസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു ട്രസ്റ്റ് ആണ് ശരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഇപ്പൊ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം, അങ്ങനെ ഓരോന്ന്. അപ്പൊ അതിന്റെയൊക്കെ മതപരമായിട്ട് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ ഉണ്ടാവുമല്ലോ, അവരെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക. ഭരണപരമായിട്ടുള്ള സേവനങ്ങള് ആ റോൾ ചെയ്യുന്ന ആളുകൾ. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ് ടീമിൽ വരുന്ന ആളുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിലൊന്നാമത്തത് ഏതാ, ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിയോടെ ഇപ്പൊ ആരൊക്കെ ഉണ്ടാവും ആ ഒരു ടീമില്, ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഉണ്ടാവും, 1 or 2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ലേ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും, ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പേര് ആ ഒരു പ്ലാനിങ് ടീമിലുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കിയ ഫസ്റ്റ് സ്റ്റെപ്പിന് ആ ഒരു 2 സെന്റൻസ് കണ്ടല്ലേ ചെയ്തിട്ട് കേട്ടോ, ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ പ്ലാനിങ് എ ഹോസ്പിറ്റൽ പ്രോജക്ട് ഈസ് ടു ഫോം ഡാഷ് എന്ന് ചോദിക്കാം. ഒരു പ്ലാനിങ് ടീമിനെയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. ഇനി ആ ഒരു പ്ലാനിങ് ടീമിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുക്കൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ആളുകൾ ഏത് എന്ന് ചോദിക്കാം. ആരൊക്കെ ഉൾപ്പെടാം, ആരൊക്കെ വരാം? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് വരാം, 1 or 2 മെഡിക്കൽ ആൻഡ് ലേ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരാം, ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ വരാം, ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്ട് വരാം. ഇതിലെല്ലാവരും ഇങ്ങനെയുള്ള ഈ പറയുന്ന എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അതും മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ ആണോ? അടുത്തത് പറയുന്നത് nurse administrators feel that nurses tend to be brought in to react to plans drawn up by the others rather than to participate in their preparation. ഒരു nurse administrator വിചാരിക്കുന്നത് അവരെ ഇതിൽ പങ്കാളിയാക്കിയിരിക്കുന്നത് ശരിക്കും അവർക്ക് ആ ഒരു അതായത് ഈ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോൾ അതിൽ പങ്കാളികളാകണമെന്നല്ല അവർ വിചാരിക്കുക. അവര് വിചാരിക്കുന്നത് അവർ ഈ മറ്റുള്ളവർ തയ്യാറാക്കിയിട്ടുള്ള പ്ലാനില്ലേ ആ പ്ലാനിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടോ അത് കൂടുതലും ആ ഒരു പദ്ധതികൾ അവർ ചിന്താകുന്ന ആ ഒരു പ്ലാനിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടാണ് കൊണ്ടുവരുന്നതാണെന്നാണ് ശരിക്കും അവർ കരുതാറ്. പക്ഷെ ശരിക്കും എങ്ങനെയാ വേണ്ടത്? ആ ഒരു ഉണ്ടാക്കിയ പ്ലാനില് എന്താണ് റെസ്പോണ്ട് ചെയ്യാനാണോ വേണ്ടത്? ആണോ? ഒരു നഴ്സ് അഡ്മിനിസ്ട്രേറ്റർ പ്രത്യേകിച്ചും ആണോ? അല്ല അല്ലെ.
when the nurse is involved from the start, ഒരു nurse ആദ്യം മുതലേ, അതായത് ഈ ഒരു പ്ലാനിങ് നടത്തുന്നത് മുതലേ തന്നെ അതിൽ ഉൾപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിൽ പങ്കാളിയാവുകയാണെങ്കിൽ they are better prepared and equipped to guide and support the line nursing managers in determining departmental system. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ സംവിധാനങ്ങൾ, എന്തൊക്കെ സംവിധാനങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേണം അല്ലെ, അത് അവിടുത്തെ ആ ഒരു നഴ്സുമാർക്കല്ലേ അറിയാൻ പറ്റുക അല്ലെ. അപ്പൊ അവർക്ക് ഈ പറയുന്ന ലൈൻ നഴ്സിംഗ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാല് നിലവിലെ ഇൻചാർജ് ഉള്ള മാനേജേഴ്സ്. ഇപ്പൊ ഓരോ ഫ്ലോറിലും ഒരാൾക്ക് ഇൻചാർജ് ഉണ്ടാവില്ലേ? ഒരു നഴ്സിംഗ് മാനേജർക്ക് ഒരു നഴ്സിംഗ് മാനേജറായിട്ട് ഒരാളുടെ ഇൻചാർജ് ചെയ്ത് വെക്കില്ലേ ഓരോ ഫ്ലോറുകളിലും? അതെ. അപ്പൊ അങ്ങനെ ആ ലൈൻ മാനേജേഴ്സിന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഏതൊക്കെ ഫെസിലിറ്റികൾ, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളിൽ വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കൃത്യമായി ആ ആവശ്യകതകൾ നിർണ്ണയിക്കാനും അതിനനുസരിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് കൃത്യമായിട്ട് ആ ഒരു പ്ലാൻ തയ്യാറാക്കാനും ഇവരുടെ ആദ്യം മുതലെയുള്ള പങ്കാളിത്തം സഹായിക്കുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും അവരെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ആദ്യം മുതലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ആ ഒരു തയ്യാറാക്കുമ്പോൾ മുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നത് ഒരിക്കലും ആ ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞ് പ്രതികരിക്കാനല്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനല്ല, മറിച്ച് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയം മുതൽ ഇവരുടെ ആ ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഓരോ ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളിലും എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് നിർണ്ണയിക്കാനും അതിനനുസരിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തെടുക്കാനും സഹായിക്കുന്നു. ശരിയല്ലേ? 2 പോയിന്റ്സ്. Okay, then it has been suggested by some that a social scientist and even a health education should form part of the planning team. ഇനി മറ്റൊരു, അതായത് നമ്മൾ ഓൾറെഡി പ്ലാനിങ് ടീമിന്റെ കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ചില സമയങ്ങളിൽ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ സയന്റിസ്റ്റുകളെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന ആളുകളെയോ ഒക്കെ ചിലപ്പോൾ ആ ഒരു പ്ലാനിങ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നേ. അതായത് while their value in national health care planning cannot be denied. ഒരു ദേശീയപരമായിട്ട് നമ്മളൊരു ഹെൽത്ത് കെയർ പ്ലാനിങ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2 കൂട്ടരെയും ആ ഒരു പ്ലാനിങ് ടീമിൽ നമുക്ക് ഒഴിച്ചു മാറ്റാനാവില്ല, നമുക്ക് അവരെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരാം. Their association with the planning team at the hospital level is unlikely to improve the effectiveness of the എന്താണ് ഇപ്പൊ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയന്റിസ്റ്റുകളെയും ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരാം. പക്ഷേ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു സയന്റിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആളുകളുടെയോ ഒന്നും വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം നമുക്ക് ആവശ്യമായി വരുന്നത്. കാരണം ചെറിയൊരു ഹോസ്പിറ്റൽ ലെവലിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്ലാനിങ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ ഒരു ഹോസ്പിറ്റൽ ലെവലിൽ ഇവരെ ഉൾപ്പെടുത്തിയാൽ പോലും ചിലപ്പോൾ ആ ഒരു ടീമുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഫലപ്രാപ്തിയോ മെച്ചപ്പെടുത്തലോ ഒന്നും ഇവരെ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഒരു നാഷണൽ ലെവൽ കെയർ പ്ലാനിങ് ആണ് നടത്തുന്നതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ സയന്റിസ്റ്റിനെയും ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന ടീമിനെയൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരാം. ഒരു ഹോസ്പിറ്റൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇവരെ നമ്മൾ ഉൾപ്പെടുത്തിയാലും നമുക്ക് വലിയ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സോ അല്ലെങ്കിൽ ഫലപ്രാപ്തിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നുമില്ല. ക്ലിയർ അല്ലേ? ഒരു ലാസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഭാഗം പോവല്ലോ. അടുത്തത് ദ കോർ ഗ്രൂപ്പ്. കോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് in the early stages of the project, the hospital consultant and 1 or 2 medical administrative staff would work without additional medical team members. So, ഒരു വീട് പണിയാം. നമ്മുടെ വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് മുതലേ എല്ലാ പണിക്കാരെയും കൊണ്ടൊന്ന് പണിയോ? ഇല്ല അല്ലെ? ആദ്യം ആ ഒരു ബിൽഡിംഗ് പണിയാൻ അത്യാവശ്യം നമുക്ക് ആ ഒരു ബേസ് കൊടുക്കാൻ ആവശ്യമുള്ള പണിക്കാർ അല്ലെങ്കിൽ ജീവനക്കാരെ മാത്രമേ നമ്മൾ കൊണ്ടുവരുള്ളൂ അല്ലെ? അതിനുശേഷം ഓരോരോ സ്റ്റേജ് കഴിയുന്നതിനനുസരിച്ചല്ലേ നമ്മൾ ആളുകളെ കൂട്ടി കൊണ്ടുവരിക അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ വീട് പണിയുന്നേ? അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് എല്ലാവരെയും ആദ്യം തന്നെ കൊണ്ടുവരണ്ട അല്ലെ? ആദ്യത്തെ സ്റ്റേജുകളില് ഈ ഒരു പ്രൊജക്ട് ആദ്യത്തെ സ്റ്റേജുകളിൽ നിൽക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്തായാലും ഉണ്ടാവും. അത് കൂടാതെ 1 or 2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും
ഒരുമിച്ച് വർക്ക് ചെയ്തു വിത്തൗട്ട് അഡീഷണൽ മെഡിക്കൽ ടീം മെമ്പേഴ്സ്. മറ്റ് അഡീഷണൽ മെഡിക്കൽ ടീം മെമ്പേഴ്സ് ഒന്നുമില്ലാതെ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റും ഒന്നോ രണ്ടോ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുമായിരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. However, this core team will need to be enlarged. ഇതിനെയാണ് core team എന്ന് പറയുന്നത്. core ടീമിൽ ആരൊക്കെയാണുള്ളത്? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും. ആദ്യം ആ പ്രൊജക്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇവരായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റ് മെഡിക്കൽ ടീം മെമ്പേഴ്സിനെ എപ്പോഴായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക? ഈ ഒരു കോർ ടീം will need to enlarge gradually as the project develops by addition of a hospital engineer, financial expert in the respective specific specialty field when clinical services are taken up for consideration. ഇവിടെ ഈ ഒരു കോർ ടീം എപ്പോഴാണ് അവർ ഗ്രാജുവലി എൻലാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്നത്? ഏത് സമയത്താണ്? പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ആ ഒരു ബേസ് കഴിഞ്ഞ് നമ്മൾ ഓരോരോ ബിൽഡിംഗ് ആയിട്ട് അത് പണിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളെ ആവശ്യം വരിക അല്ലെ? ഇപ്പൊ നമ്മൾ ആ ഓരോ പണി അനുസരിച്ച് ആളുകളെ കൂട്ടി കൊണ്ടുവരും അല്ലെ? ഓരോരോ കാര്യത്തിന് വേണ്ടി ഓരോ ആളുകൾ വേണം അല്ലെ? ബിൽഡ് ചെയ്യാൻ ഒരാൾ വേണം, അതിന്റെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് വേറൊരാൾ വേണ്ടി വരും, അതിന്റെ മറ്റു വർക്കുകളുമായി ബന്ധപ്പെട്ട് വേറെ ആളുകൾ വേണ്ടി വരും അല്ലെ? ഓരോരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഓരോ സ്പെസിഫിക് ഫീൽഡിലുള്ള ആളുകളെ നമ്മൾ ഉൾപ്പെടുത്താറില്ലേ? ഉണ്ടോ? അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു കോർ ടീം എന്ത് ചെയ്യുന്നു? പതുക്കെ ഗ്രാജുവലി ഇത് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. എങ്ങനെയാ? എപ്പോഴാണ് വർദ്ധിക്കുന്നത്? പ്രൊജക്ട് ഡെവലപ്പ്, പ്രൊജക്ട് വികസിക്കുന്നതിനനുസരിച്ച് ഹോസ്പിറ്റൽ എഞ്ചിനീയർ ആഡ് ചെയ്ത് കൊടുക്കും, ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളെ ആഡ് ചെയ്ത് കൊടുക്കും, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഫീൽഡുകളിലുള്ള മറ്റ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മറ്റ് എക്സ്പേർട്ടുകളെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ ക്ലിനിക്കൽ സർവീസസ് ആർ ടേക്കൺ ഫോർ കൺസിഡറേഷൻ. ചികിത്സാപരമായിട്ടുള്ള ഇങ്ങനെയുള്ള സർവീസുകളുമായി ബന്ധപ്പെട്ട വിപുലീകരണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഓരോരോ ആളുകളെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു കോർ ഗ്രൂപ്പ് എന്താണ്? അത് എപ്പോഴാണ് മറ്റുള്ള ആളുകളെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഓക്കെ. Then planning requires understanding of the nature of activities and their impact on each other. എപ്പോഴും ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാകണം എന്തിനെ കുറിച്ചാ? അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? ആ ഹോസ്പിറ്റൽ ഒരു സർവീസ് നടത്താനുള്ള ഒരു വിപുലീകരണമാണ് നമ്മൾ നടത്തുന്നത് വിചാരിക്കുക. അവിടെ കൊടുക്കുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ അവിടെ നടത്തുന്ന ആക്ടിവിറ്റീസിന്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം എങ്ങനെയാണ്? ആരുടെ ഇമ്പാക്ട് ഓൺ ഈച്ച് അതർ, അത് മറ്റുള്ള സർവീസുകളുമായി ബന്ധപ്പെട്ട് അതിന് എത്രത്തോളം ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ. ഒരു സ്ഥലത്ത് ഒരു സർവീസ് ചെയ്യുമ്പോൾ അത് മറ്റുള്ള ഒന്നിനെയും ബാധിക്കരുത് അല്ലെ? അങ്ങനെ ബാധിക്കാത്ത രീതിയിൽ അതിനനുസരിച്ച് പാരലായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ആസൂത്രണമായിരിക്കണം നടത്തേണ്ടത്. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഫണൽ ഇൻഫർമേഷൻ ത്രൂ സ്മോൾ എ ഗ്രൂപ്പ് ആസ് പോസിബിൾ. എപ്പോഴും ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ട് ഏറ്റവും അഭികാമ്യം ചെറിയ ഗ്രൂപ്പുകളിലൂടെയാണ് അല്ലെ? ഒരു വലിയ ഗ്രൂപ്പിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് പകരം ചെറിയ ഗ്രൂപ്പുകളിലൂടെ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നതാണ്. സോ വിത്ത് വൺ പേഴ്സൺ അസ്യൂമിംഗ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൊവൈഡിംഗ് ദ നെസസറി ലീഡർഷിപ്പ് ടു കീപ് ദ പ്രോസസ് ഇൻ മോഷൻ. അപ്പൊ അതിൽ എപ്പോഴും ഒരു വ്യക്തിക്ക്, നമ്മളാണെങ്കിലും ഒരു ടീമിനെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറി റെസ്പോൺസിബിലിറ്റി കൊടുക്കും ഇല്ലേ? ഒരു എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും അതിനൊരാൾക്ക് നമ്മളൊരു പ്രാഥമിക ഉത്തരവാദിത്തം കൊടുക്കില്ലേ? കൊടുക്കും. ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. അവരിലൂടെ നല്ല രീതിയിൽ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രോസസ്സ് വളരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് പറയുന്നത് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഇതിന് പറയുന്നത് funding bodies, government and community agencies, professional and social groups, suppliers and consumers,
who all are involved in various stages at the planning process and fail to communicate effectively. അപ്പൊ ഒരു പ്ലാനിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ പല പല പ്ലാനിംഗ് പ്രോസസ്സിന്റെ പല സ്റ്റേജുകളിൽ ഇവരെല്ലാവരും അതിൽ ഉൾപ്പെട്ട് പോകുന്നുണ്ട്. ഒരു ഫണ്ടിംഗ് ബോഡി ഉൾപ്പെടാം, ഒരു ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഏജൻസികൾ അതിൽ ഉൾപ്പെടാം, ഒരു പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ ഗ്രൂപ്പുകൾ അതിൽ ഉൾപ്പെടാം, സപ്ലയേഴ്സ്, കൺസ്യൂമേഴ്സ് മുതലായിട്ടുള്ള എല്ലാവരും ആ ഒരു പ്ലാനിംഗ് പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇതിന്റെ ഭാഗമാക്കുന്നുണ്ടെങ്കിൽ പോലും ഫെയിൽ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ചിലപ്പോൾ അവർക്ക് എല്ലാവരും ഭാഗമാകുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു ആശയവിനിമയം നടത്തുന്നതിൽ ചിലപ്പോൾ ഇവർ പരാജയപ്പെട്ടേക്കാം. സോ ദ റോൾ ഓഫ് ദ കൺസൾട്ടന്റ് therefore is to maintain progress in decision making by coordinating their work. ഈ പറയുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർ നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം പരാജയപ്പെടുന്നത് കൊണ്ട് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിനാണ് ആ ഒരു റോൾ ഇരിക്കുന്നത്. എന്ത് റോള്? is to maintain progress in decision making by coordinating their work. അവിടെ ഉള്ള അവരുടെ വർക്കുകൾ കൃത്യമായിട്ട് ഏകോപിപ്പിച്ച്, അവരുടെ ജോലികൾ കൃത്യമായി ഏകോപിപ്പിച്ച് കൃത്യമായിട്ട് ആ ഒരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു റോൾ ഇരിക്കുന്നത് ഒരു കൺസൾട്ടന്റിനായിരിക്കും. So they must fully understand the proposals and their implications on financial, manpower and other resources. എപ്പോഴും ഇവരൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെക്കുന്നതിന് മുൻപ് പലതരത്തിലുള്ള പ്രഖ്യാതാക്കൾ ഒരു നിർദ്ദേശം വെച്ചാൽ അത് എങ്ങനെ മറ്റുള്ള കാര്യങ്ങളെ ബാധിക്കും, അല്ലെ? ഇപ്പൊ ഒരു ഡിസിഷൻ എടുത്താൽ, ഒരു തീരുമാനം എടുത്താൽ, ഈ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ അതെപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇവർക്കുണ്ടാകണം. വേണ്ടേ? ഏതൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം മുതലായിട്ട് മറ്റുള്ളവരിലും ബാധിക്കരുത്. ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുത്തു, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഇന്നതായിരിക്കണം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോൾ അതിന് മതിയായിട്ടുള്ള ഫിനാൻഷ്യൽ സോഴ്സ് ഉണ്ടോ എന്ന് അറിയണം, അല്ലെ? അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ മാൻ പവർ അവിടെ ഉണ്ടോ എന്ന് അറിയണം, വേണ്ടേ? അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള മതിയായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടോ എന്ന് അറിയണം. അല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു സർവീസ് കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം എടുത്താൽ ആ സർവീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സർവീസ് അവിടെ നടപ്പിലാക്കാൻ മതിയായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ അത് ആ ഒരു തീരുമാനം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അതുപോലെ തന്നെ അത് ചെയ്യാൻ മതിയായ സ്റ്റാഫ് ഇല്ല എങ്കിൽ ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ അതിന് മതിയായിട്ടുള്ള വിഭവങ്ങൾ, റിസോഴ്സുകൾ ഇല്ല എങ്കിലും ആ ഒരു തീരുമാനം എടുത്തത് കാര്യമില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യം ഫിനാൻഷ്യൽ പരമായിട്ടും മാൻ പവർ പരമായിട്ടും മറ്റു റിസോഴ്സ് പരമായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് നൽകേണ്ടത്. അതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ തീരുമാനമായിരിക്കണം അവർ എടുക്കേണ്ടത്. Then many decisions have to be made before the architect appears on the scene. എപ്പോഴും പല ഡിസിഷൻസും അല്ലെങ്കിൽ പല തീരുമാനങ്ങളും ഒരു ആർക്കിടെക്റ്റ് വരുന്നതിന്, ആ ഒരു സീനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്യാവശ്യ ആവശ്യകതകൾ ഇന്നതൊക്കെയാണ്, ഇന്ന സർവീസുകൾ തുടങ്ങാം എന്ന് നമ്മളൊരു ആർക്കിടെക്റ്റിനോട് ആലോചിച്ചിട്ടല്ല നമ്മൾ തീരുമാനം എടുക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇന്ന ഫെസിലിറ്റികൾ വേണം, ഇന്ന ഏരിയയിൽ ഇത്ര ഏരിയസ് നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ തന്നെയല്ലേ തീരുമാനം എടുക്കുന്നത്? അല്ലാതെ ഒരു ആർക്കിടെക്റ്റിനോട് ആലോചിച്ചിട്ടാണോ നമ്മൾ തീരുമാനം എടുക്കാൻ ഇന്ന സ്ഥലത്ത് ഇന്നത് തുടങ്ങാൻ പറ്റുമോ എന്നൊന്നും ആലോചിക്കാറില്ലല്ലോ. നമ്മൾ പറയും ഇത്ര അടുക്കള അല്ലെങ്കിൽ ഒരു കിച്ചൺ നമുക്ക് ഇത്ര ഏരിയ മതി, അല്ലെങ്കിൽ നമുക്കൊരു റൂം ആവുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് വേണം, കാരണം ഇത്രയും ആളുകൾ ഉള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി നമ്മളുടെ തീരുമാനം നമ്മൾ പറയുകയാണ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാൻ. അപ്പൊ അതുപോലെ ഇവിടെയും ഒരു ആർക്കിടെക്റ്റ് വരുന്ന ഒരു ആർക്കിടെക്റ്റ് അവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ, ഈ ഒരു സീനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പല തീരുമാനങ്ങളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാറുണ്ട്. ഇഫ് ദ പ്ലാനിംഗ് ബോഡി ഹാസ് നോട്ട് been able to make such decision, ഒരു പ്ലാനിംഗ് ബോഡിക്ക് അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് ടീമിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എവിടെ റൂം വേണം, അല്ലെങ്കിൽ എവിടെ, ചിലപ്പോൾ ചില ആളുകൾക്ക് അത് അറിയാൻ പറ്റില്ലായിരിക്കും, അല്ലെ? അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ then it devolves upon the architect. അത് ആരിലേക്ക് കൈമാറും? കൈമാറുന്നത് പിന്നെ അത് ആ റോളിൽ പങ്കെടുക്കുന്നത് ആർക്കിടെക്റ്റ് ആയിരിക്കും, അല്ലെ? നമ്മുടെ വീട്ടിലൊരു പുതിയ വീട് പണിയും ഒരു സ്ഥലം നമ്മൾ വാങ്ങിച്ചു, അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതെങ്ങനെയാണ്, എന്താണ്, എങ്ങനെ നമുക്ക് പണിയാം എങ്കിൽ യാതൊരുവിധ ഐഡിയയും ആ ഒരു വാങ്ങിയ ആർക്കില്ല എങ്കിൽ അവർക്കൊരു തീരുമാനം പറയാൻ പറ്റുമോ?
ഇല്ല. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും അത് ആർക്ക് കൈമാറും? ആ ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആർക്ക് കൈമാറും? ആ ഒരു ആർക്കിടെക്റ്റിന് കൈമാറും അല്ലെ? ആ ഒരു ആർക്കിടെക്റ്റിന്റെ ഭാവനയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് നമുക്ക് അവർ പ്ലാൻ ആയിട്ട് തരിക അല്ലെ? പിന്നെ ആ പ്ലാൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചേഞ്ചസ് കാര്യങ്ങൾ നമ്മൾ വരുത്താറുണ്ട്. അപ്പൊ ഇവിടെയും അതുപോലെ ഒരു പ്ലാനിംഗ് ബോഡിക്ക് മതിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ then it devolves upon the architect to promote the decision-making process to ask the controversial questions and attempts to measure or bullying leading the way to decision-making. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു എന്ത് ചെയ്യുന്നു? ആ ഒരു റോള് ആർക്ക് കൊടുക്കുന്നു? നമ്മള് ആർക്കിടെക്റ്റിനാണ് ആ ഒരു തീരുമാനം എടുക്കാനുള്ള പിന്നീട് അവർക്കാണ് കൈമാറി കൊടുക്കുന്നത്. To ask the controversial questions at the time to measure or bullying leading the way to decision-making. അവര് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് എന്താണ് വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലെ ഒരു ആർക്കിടെക്ട് വന്നു. ആ ആർക്കിടെക്റ്റിന് നമ്മുടെ കുറെ ആശയങ്ങള് എന്താണെന്നുള്ളത് മനസ്സിലായാലല്ലേ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മളോട് ചോദിക്കും ഇല്ലേ, നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്? എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഇല്ലേ? അപ്പൊ ആ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ലേ? അവിടെ എത്ര റൂമുകൾ വേണം? 2 നിലയാണോ അല്ലെങ്കിൽ 1 നിലയായിട്ടാണോ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് അവർ ചോദിക്കുമോ? എന്നിട്ടല്ലേ അവര് പ്ലാൻ വരയ്ക്കുന്നേ അല്ലെ? ഇവിടെയും അതുപോലെ തന്നെ here it must be understood that architects start by asking questions. ആർക്കിടെക്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് തീരുമാനം എടുക്കണമെങ്കിൽ അവർ അതിന് മുൻപായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. On the total budget expenditure, എത്ര രൂപ നിങ്ങൾ ചിലവാക്കാൻ തയ്യാറാണ് അല്ലെ? ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും അല്ലെ? ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് മതി. അപ്പൊ എപ്പോഴും നിങ്ങൾ എത്ര രൂപ ടോട്ടൽ ബഡ്ജറ്റ് ആയിട്ട് ചിലവാക്കാൻ തയ്യാറാണ് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി? അതുപോലെ ഫോർ ഒബിയസ് റീസൺസ് പല കാരണങ്ങൾ ഉണ്ടാവാം. അപ്പൊ പല ആവശ്യകതകൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് നമുക്ക് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോ റീസൺസ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ദ ഇനിഷ്യേറ്റീവ് മസ്റ്റ് റിമെയിൻ വിത്ത് ദ പ്ലാനിംഗ് ബോർഡ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതും ഈ ഒരു പ്ലാനിംഗ് ബോർഡ് തന്നെയാണ്. ഒരു പ്ലാനിംഗ് ബോഡിക്ക് അതിനുള്ള കഴിവില്ല എങ്കിൽ, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ല എങ്കിൽ അത് നമ്മൾ ആർക്കിടെക്റ്റിന് കൈമാറുന്നു. ആർക്കിടെക്ട് ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് അതിനനുസരിച്ചുള്ള മനസ്സിലാക്കലിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? ആ ഒരു തീരുമാനമെടുത്ത് ആ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് അല്ലെ? അപ്പൊ എപ്പോഴും ഇതിനു വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് എപ്പോഴും ആ ഒരു പ്ലാനിംഗ് ബോഡി അല്ലെങ്കിൽ ആ ഒരു പ്ലാനിംഗ് ടീം തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ആർക്കിടെക്ട് അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കില്ല. മറിച്ച് ആ ഒരു പ്ലാനിംഗ് ബോഡി എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാക്കി നമ്മൾ ആർക്കിടെക്റ്റിനെ മാറ്റുന്നു. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. The architect has to acquire an understanding of the comprehensive technical and administrative needs of the hospital. ഒരു ആർക്കിടെക്ട് എപ്പോഴും എന്താണ്? To acquire an understanding of the comprehensive technical and administrative needs of the hospital. ഒരു ആർക്കിടെക്ട് ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ടിന്റെ ഭാഗമാകുമ്പോൾ എപ്പോഴും അവര് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ആവശ്യകതകൾ എന്താണ്, അതുപോലെ സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാങ്കേതികപരമായിട്ടുള്ള എന്തൊക്കെ ആവശ്യകതകളാണ് ആ ഹോസ്പിറ്റലിനുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു കൃത്യമായ ഒരു ധാരണ ഒരു ആർക്കിടെക്റ്റിന് ഉണ്ടായിരിക്കണം. And his responsibility is to translate clinical and administrative requirements into architectural and engineering realities which encompass site selection, orientation of buildings, supervision of construction, utilities and electrical and mechanical installations. എന്താണ് ഒരു ആർക്കിടെക്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് പറയുന്നത്? is to translate clinical and administrative requirements. നമ്മൾ പറയുന്ന ചികിത്സാപരമായിട്ടുള്ള ആവശ്യകതകൾ കുറെ ഉണ്ടാവും അല്ലെ? ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്ഥലങ്ങളിൽ ഇന്ന ആവശ്യകതകൾ ഇന്ന ഏരിയാസ് വേണം എന്നൊക്കെ പറയാറുണ്ടാവും. അതുപോലെ തന്നെ ഭരണപരമായിട്ടും അവരും കുറെ അധികം ആവശ്യകതകൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന എല്ലാ റിക്വയർമെന്റ്സിനെയും ഒരു
ആർക്കിടെക്ചറൽ ആൻഡ് എഞ്ചിനീയറിംഗ് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതാണ് ആരെന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട് പണിയുമ്പോ നമ്മൾ പറയുന്ന ആ ഒരു ഐഡിയാസിനെ റിയാലിറ്റി ആക്കി മാറ്റുന്നതല്ലേ ഇവര്? ആണോ? അല്ലേ? അല്ലേ? നമ്മുടെ മനസ്സിൽ ആ ഒരു ആശയം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെ റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ആളുകളാണ് ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്ട് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ഹോസ്പിറ്റൽ പരമായിട്ട് നോക്കുമ്പോൾ അവർക്ക് ക്ലിനിക്കൽ പരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള എല്ലാ ആവശ്യകതകളെയും ആർക്കിടെക്ചറൽ ആൻഡ് എഞ്ചിനീയറിംഗ് റിയാലിറ്റി ആക്കി മാറ്റുന്നത് ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്ട് ആണ്. ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ്, ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് to translate clinical and administrative requirements into architectural and engineering realities? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? പല ഓപ്ഷൻസ് ഉണ്ടാവും. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതൊരു റിയാലിറ്റി ആക്കി മാറ്റുന്നത്? ആർക്കിടെക്ചറിന്റെ അല്ലെ, ആർക്കിടെക്റ്റിന്റെ ആണ് കേട്ടോ. ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഒരു ആർക്കിടെക്ചർ റിയാലിറ്റി ആക്കി മാറ്റണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും? ഒരു സൈറ്റ് സെലക്ട് ചെയ്യണം അല്ലേ? ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് നല്ല ഏരിയ ആയിരിക്കണം, വേണ്ടേ? അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ മതിയോ? ഇല്ല. എല്ലാവർക്കും കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന എന്താണ്, ഒരു വിധം നമുക്ക് ഭാവിയിലും കൂടി വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. സൈറ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. അതുപോലെ എവിടെയായിരിക്കണം ആ ഒരു ബിൽഡിംഗ് വരേണ്ടത്? ആ ബിൽഡിങ്ങിനുള്ളിൽ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോന്നും എവിടെയൊക്കെ സ്ഥാപിക്കണം, അങ്ങനെ ഒരു ക്രമീകരണം നടത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. സൂപ്പർവിഷൻ ഓഫ് കൺസ്ട്രക്ഷൻ, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ? ഇനി അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം, അവിടെ എന്തൊക്കെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള വർക്കുകൾ ചെയ്യണം, മെക്കാനിക്കൽ പരമായിട്ട് എന്തൊക്കെ ഉപകരണങ്ങൾ അവിടെ ഇൻസ്റ്റലേഷൻ ചെയ്യണം, അതിനുവേണ്ടി എന്തൊക്കെ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ അവിടെ വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉൾപ്പെടുന്നതാണ് ശരിക്കും ഒരു ആർക്കിടെക്ചറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ വെറുതെ ഒരു പ്ലാൻ തയ്യാറാക്കി നൽകുക എന്ന് മാത്രമല്ല, അവർ അതിന് വേണ്ടിയിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് എവിടെയായിരിക്കണം അവിടെ ബിൽഡിംഗ് വരേണ്ടത്, അതിന് കൃത്യമായ ഓറിയന്റേഷൻസ് കൊടുക്കണം, ആ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കണം, അവിടെ ഓരോന്നും ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. അതുപോലെ വളരെ ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ പൊതുവായിട്ടുള്ള യൂട്ടിലിറ്റീസ്, പൊതുവായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, മറ്റു ഫെസിലിറ്റികൾ, കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് വെക്കേണ്ടത്, അതിനനുസരിച്ച് കൃത്യമായിട്ടൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ മേഖലയിലായിരിക്കണം, മെക്കാനിക്കൽ പരമായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഇടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആണോ ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്ചറിന്റെ റെസ്പോൺസിബിലിറ്റി? മനസ്സിലായോ? Okay. Then the architect must fully understand the requirement provided by the hospital consultant, from which should develop a program in writing stating clearly all their requirements in comprehensive terms. This the number of beds, the distribution, departmental needs, area requirements, major equipment, number and type of personnel to be employed, department functions and the relationship. Well, the architect എപ്പോഴും ആ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞേ, ആ ഹോസ്പിറ്റലിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അതാ കൃത്യമായിട്ട് ഒരു ആർക്കിടെക്റ്റിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം, വേണ്ടേ? എന്നാലല്ലേ നമുക്ക് നല്ലൊരു പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കാനും സ്ഥലവും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് അവരുടെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആവശ്യകതകൾ എന്താണ് എന്ന് ഒരു ആർക്കിടെക്റ്റിന് പറഞ്ഞ് മനസ്സിലാക്കും. From which should develop a program. അപ്പൊ അതിലൂടെയാണ് അവർ ആ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇൻ റൈറ്റിംഗ് സ്റ്റേജിങ് ക്ലിയർലി ഓൾ their requirements in comprehensive terms. അപ്പൊ അവരുടെ കൃത്യമായിട്ട് അവരുടെ ഓരോ ആവശ്യകതകൾ എന്താണ്, എത്ര നമ്പർ ഓഫ് ബെഡ്സ് ആണ് അവർ ആ ഒരു ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ സർവീസുകളുടെ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യകതകൾ എന്താണ്, ഏതൊക്കെ ഏരിയാസ് അവർക്ക് വേണം,
അതുപോലെ മേജർ ആയിട്ട് ഏതൊക്കെ ഉപകരണങ്ങളാണ് അവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പേഴ്സണൽ ടു ബി എംപ്ലോയ്ഡ്. ഇവിടെ എത്രത്തോളം ജീവനക്കാരെ നമ്മൾ അവിടെ, ഏത് തരത്തിലുള്ള ജീവനക്കാരാണ്, എത്രത്തോളം ജീവനക്കാരെ നമ്മൾ അവിടെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്, അതുപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും അത് തമ്മിലുള്ള ബന്ധങ്ങളും. ചില ഡിപ്പാർട്ട്മെന്റ് അടുത്തടുത്ത് വേണം അല്ലെ, നമ്മൾ പഠിച്ചല്ലേ, ചില ഡിപ്പാർട്ട്മെന്റുകൾ അടുത്തായിരിക്കണം വേണ്ടത്, ചിലത് വളരെ ദൂരെ ആയിരിക്കണം വേണ്ടത്, അങ്ങനെ ചിലത് തമ്മിലുള്ള റിലേഷൻഷിപ്പുകളില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കി ഒരു ആർക്കിടെക്റ്റിന് കൊടുത്താൽ മാത്രമേ ആ ഒരു ആർക്കിടെക്റ്റിന് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആവശ്യകതകളെ കുറിച്ചൊരു ധാരണ കിട്ടുള്ളൂ. അതിനനുസരിച്ചാണ് ആ എഴുതി കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് തയ്യാറാക്കിയിട്ടുള്ള വ്യക്തമായിട്ട് അതിൽ പരാമർശിച്ചിട്ടുള്ള ഈ ആവശ്യകതകളെ വെച്ചുകൊണ്ടാണ് അവരൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? Okay. Then an architect can be of value only if he has experience of hospital architecture and construction. എപ്പോഴും ഒരു ആർക്കിടെക്റ്റിന് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം ഉണ്ടാവുന്നത് എപ്പോഴാ? Only if he has experience of hospital architecture and construction. ഒരു ഹോസ്പിറ്റലിന്റെ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അനുഭവ പരിചയം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴല്ലേ അവർക്ക് മൂല്യം കൊടുത്തത് ഇല്ലേ? ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു ഫ്രഷർ ആയിട്ട് ചെല്ലുമ്പോൾ നമുക്ക് വല്ല വാല്യൂ ഉണ്ടാവുമോ? അതേസമയം നമ്മൾ ഒരു 3-4-5 വർഷം നമ്മൾ അവിടെ വർക്ക് ചെയ്ത് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആവുകയാണെങ്കിൽ നമ്മുടെ മൂല്യം എങ്ങനെയായിരിക്കും, വാല്യൂ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കില്ലേ? ആണോ? ആയിരിക്കില്ലേ? അത് തന്നെ ഇവിടെയും പറയുന്നേ, ഒരു ആർക്കിടെക്ചറിന് അവർക്ക് മൂല്യം ഉണ്ടാവണമെങ്കിൽ അവര് നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ ആർക്കിടെക്ചറിലും കൺസ്ട്രക്ഷനിലും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അനുഭവ പരിചയമുള്ളവരാകുമ്പോഴാണ് അവർക്ക് കൂടുതൽ മൂല്യം ലഭിക്കുന്നത്. സോ there are specialist architects employed at the central area, state governmental levels in the ministry department of health for work in the government sector. പല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്, പല മേഖലയിൽ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആർക്കിടെക്റ്റുകൾ സെൻട്രൽ ഗവൺമെന്റ് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഗവൺമെന്റ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ആൻഡ് ഇൻ റീസെന്റ് ഇയേഴ്സ് ഇങ്ങനെയുള്ള ആർക്കിടെക്ട് വിത്ത് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഹാവ് ഓൾസോ ബിക്കം അവൈലബിൾ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. നമുക്ക് പൊതുവായ മാർക്കറ്റിലും അല്ലെങ്കിൽ പൊതുവായ ഇതിലും മാർക്കറ്റിലും നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസിലുള്ള ആർക്കിടെക്റ്റുകൾ അവൈലബിൾ ആണ്, നമുക്ക് കിട്ടും. ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ളവർ തന്നെ വേണമെന്നില്ല, അല്ലാതെ ഓപ്പൺ മാർക്കറ്റിൽ മറ്റുള്ള ആർക്കിടെക്റ്റുകൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ നമുക്ക് കിട്ടും. So therefore it is advisable to hire architect who specialize in hospital construction or with experience in hospital project. എപ്പോഴും ഒരു നല്ല ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ നമ്മൾ എപ്പോഴും പങ്കാളികളാക്കേണ്ടത് ആരെയാണ് നമ്മൾ അതിൽ നിയമിക്കുന്നത് നല്ലത് ആരെയാണ്? ശരിക്കും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അതിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രൊജക്ടുകളിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകളെ നിയമിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെ? അവർക്ക് എക്സ്പീരിയൻസുകളുണ്ട്, നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ പരിചയമുണ്ട്, അപ്പൊ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എപ്പോഴും നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെ ഹോസ്പിറ്റൽ പ്രൊജക്റ്റിലും ഒക്കെ അനുഭവ പരിചയമുള്ളവരെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. സോ as the project goes on, architects and engineers without previous experience in hospital building can be employed in an executive capacity but detrimental to the project. അതാണ് ഇപ്പൊ നമ്മളൊരു പ്രൊജക്റ്റിൽ ഇപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അധികം എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും മുൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മുന്നുള്ള അനുഭവ പരിചയമോ ഒന്നും ഇല്ലാത്തൊരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയേഴ്സിനെയോ ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പോലും നമ്മുടെ പ്രൊജക്ട് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പോകെ ചിലപ്പോ അത് ആ ഒരു പ്രൊജക്റ്റിന് ഡെട്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഹാനികരമായിട്ട് വന്നേക്കും ഇല്ലേ? അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ കാര്യങ്ങളോ ചിലപ്പോ നല്ലതാണെന്നില്ല ഇല്ലേ? അത് ആ ഒരു പ്രൊജക്റ്റിനെ ബാധിക്കില്ലേ? ഇവിടെ എപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചത് ഏൽപ്പിക്കാം. അതേസമയം മുൻ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെയാണ് ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ എഞ്ചിനീയറെയോ ആണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ചിലപ്പോ ആ ഒരു പ്രൊജക്റ്റിനെ ഹാനികരമായിട്ട് അല്ലെങ്കിൽ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത്
Generally, a hospital project goes through the following phases. ഒരു ഹോസ്പിറ്റലിന്റെ പ്രോജക്റ്റ് പോകുന്ന ഫേസുകൾ അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഈ 9 സ്റ്റേജും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു 9 സ്റ്റേജും എന്താണ് എന്നൊന്ന് മനസ്സിലാക്കും. ഇതിൽ ഇൻക്ലൂഡഡ് ആയ ഫേസ് ഏതാണ്, ഇൻക്ലൂഡഡ് അല്ലാത്ത ഫേസസ് ഏതാണ് എന്ന് ചോദിക്കാം കേട്ടോ. ആ രീതിയിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. അതിൽ ഒന്നാമത്തത് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇനിഷ്യൽ സ്റ്റേജ് ആണ്, തുടക്കമാണ് അല്ലെ. അല്ലെ, ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു തുടക്കം വേണ്ടേ? അതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണ് ഇൻസെപ്ഷൻ. അവിടെ എന്തായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിഷൻ എന്തായിരിക്കണം, മിഷൻ എന്തായിരിക്കണം, ഇല്ലേ, ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം, ഇതൊക്കെ നിർണ്ണയിക്കുന്ന ആ ഒരു തുടക്കം, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ ഫേസിനെയാണ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻസെപ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണ് കേട്ടോ. വിഷൻ, ആ ഒരു സ്ഥാപനത്തിന്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിർണ്ണയിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത് സാധ്യതാ പഠനം. ഈ ഒരു ഹോസ്പിറ്റല് വരുന്നതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെ? അതൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ അത് ആലോചിക്കില്ലേ, അല്ലെ? അപ്പൊ അവിടെ പ്രാക്ടിക്കബിൾ ആണോ, നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇത് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമോ, ഈ ഒരു ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമോ, അതിന് മാർക്കറ്റിൽ ഈ ഒരു ഹോസ്പിറ്റലിന്റെ എത്രത്തോളം ഡിമാൻഡുകളുണ്ട്, ഈ ഒരു സർവീസിന് എത്രത്തോളം ഡിമാൻഡുകളുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മൾ സാധ്യതാ പഠനം നടത്തുന്നു. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. പേരാണോ രണ്ടാമത്തെ ഫീസിബിലിറ്റി സ്റ്റഡീസ്? മൂന്നാമത്തത് ഔട്ട്ലൈൻ പ്രൊപ്പോസൽ. എന്താണ്? ഒരു രൂപരേഖ നിർദ്ദേശം. ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നു. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ വീട് ബിൽഡ് ചെയ്യുന്നതല്ലേ, അല്ലെ? ഇപ്പൊ ഒരു വീട് ബിൽഡ് ചെയ്യുന്നതിന്റെയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു രൂപരേഖ തയ്യാറാക്കും, അല്ലെ? ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുമല്ലോ. ഇത്ര ബഡ്ജറ്റിൽ ഇങ്ങനെയുള്ള ഒരു ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇന്ന ഏരിയയിൽ ഒരു വീട് പണിയാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാം എന്നൊരു രൂപരേഖ തയ്യാറാക്കും. നാലാമത്തത് പറയുന്നത് സ്കീം ഡിസൈൻ. എന്ന് വെച്ചാൽ എന്താ? ഒരു കൃത്യമായിട്ടൊരു വലിയ രീതിയിലുള്ള സ്കീം അല്ല, ജസ്റ്റ് നമുക്കൊരു മോഡൽ പോലെ ഒരു ഡിസൈൻ കൊണ്ടുവന്ന് കാണിക്കാറില്ല. ആദ്യം വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ അല്ല, ജസ്റ്റ് ഇന്ന രീതിയിൽ ഒരു മോഡൽ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കാറില്ലേ? അതാണ് ശരിക്കും സ്കീം ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഡീറ്റെയിൽ, അപ്പൊ ആ സ്കീം ഡിസൈൻ ഓക്കെ ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ വരയ്ക്കും, അല്ലേ? ഓ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ വരയ്ക്കുന്നു. ഇനി അതിനുശേഷം അപ്പൊ ഒരു ഡീറ്റെയിൽഡ് ഡിസൈൻ നമുക്ക് കിട്ടിയല്ലോ. നമുക്ക് സാമ്പിൾ പോലെയാണ് സ്കീം ഡിസൈൻ. അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ഡിസൈൻ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നു. ഇനി ഇത് പണിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലുകളിൽ ഓരോ കരാറുകളല്ലേ കൊടുക്കുന്നത്, ടെൻഡർ അല്ലേ കൊടുക്കുന്നത്, അല്ലാതെ അവര് നിന്ന് പണിയാണോ? അല്ല, ടെൻഡർ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ ടെൻഡർ നടപടികളാണ് അടുത്തത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് നമുക്ക് ടെൻഡർ നൽകുന്നത്, ഏറ്റവും കുറവിന് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത് തരാമെന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ ആ ഒരു ടെൻഡർ കൊടുക്കും, അല്ലെ? ആ ഒരു വർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നിർമ്മാണം ആരംഭിക്കുന്നു, കൺസ്ട്രക്ഷൻ, നിർമ്മാണം ആരംഭിക്കുന്നു. നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയായാൽ കമ്മീഷൻ. എന്താണ് കമ്മീഷൻ എന്ന് പറഞ്ഞാല്? കമ്മീഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമാണോ ആ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്, കൃത്യമായ റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും തുടങ്ങുന്നതിന് മുൻപ് ഈ പറയുന്ന ആവശ്യകതകളൊക്കെ അവർ പാലിച്ചിട്ടാണോ ഈ ഒരു ബിൽഡിംഗ് പണിതിരിക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കമ്മീഷൻ. സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ ഇല്ല? ഇപ്പൊ നമ്മുടെ വീട് പണിയുമ്പോഴും പെർമിറ്റ് കിട്ടാൻ വേണ്ടി അവർ വന്ന് നോക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്പർ ഇടാൻ വേണ്ടി വന്ന് നോക്കാറുണ്ട്, ഇല്ലേ? ലോക്കൽ ബോഡീസ് വന്ന് നോക്കൂലേ? നോക്കാറുണ്ടോ? അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും അവർ കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമാണോ ബിൽഡിംഗ് പണിതിരിക്കുന്നത്, സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ടോ, എല്ലാ റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കമ്മീഷനിങ്. മനസ്സിലായോ? ലാസ്റ്റ് വരുന്നത് ഷേക്ക് ഡൗൺ പ്രോസസ് എന്ന് പറഞ്ഞാല് ശരിക്കും ഇത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കൂലേ നമ്മൾ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവാനായിട്ട്, ഒരു നോർമൽ പ്രവർത്തനത്തിലേക്ക് എത്താനായിട്ട് എടുക്കൂലേ? കുറച്ച് ദിവസം നമ്മൾ പുതിയ വീട് പണിതാലും നമ്മൾ കുറച്ച് ദിവസം ഒന്നും എടുക്കൂലേ അതൊന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട്? പിന്നെ എല്ലാം നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പൊ എടുക്കുന്ന ആ ഒരു കുറച്ച് സമയത്തെയാണ് ഷേക്ക് ഡൗൺ പീരീഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ
നമ്മൾ വിശദമായിട്ട് ഷെഡ് ഡൗൺ പീരീഡ് ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ് ഒന്നോട് പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.